ഓക്കെ. അപ്പം ദിയാസ് കൃഷ്ണ പിന്നെ അതുപോലെ തന്നെ അൻസിക ഹാന അവരൊരു ഇന്റർവ്യൂ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാൻ കരുതി. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബർ സാത്താൻ സ്റ്റുഡിയോ എല്ലാവരും കാണുന്നുണ്ടായിരിക്കും നമ്മുടെ ശിവജിത്തിന്റെ താഴെ വന്നിട്ട് ഈ പറയുന്ന ഹാന കുറച്ച് കമന്റും കാര്യങ്ങളൊക്കെ ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ അതിന്റെ മറുപടിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനും പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് സംസാരിച്ച് പോകാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ ഒരു ഇത്. ഓക്കെ. അപ്പോൾ ഇന്നലെ ഈ ഒരു വീഡിയോ കാണാനായിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയിട്ടൊന്നുമില്ല. അവർ ഡാൻസ് കളിക്കുന്നു. ചില ആൾക്കാർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല, ഞങ്ങൾ എൻജോയ് ചെയ്ത് പോകുന്നു എന്നുള്ള രീതിയിലാണ്. അതാണ് ചേട്ടാ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള രീതിയിലൊക്കെ അയച്ചു തന്നിട്ട് പറയുകയൊക്കെ ചെയ്തു. അവരെന്തെങ്കിലും ഉദ്ദേശിക്കട്ടെ. സോഷ്യൽ മീഡിയ പിന്നെ വിവരക്കേടുകളും കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ട കാര്യങ്ങളെല്ലാം ബാക്കിയായിട്ട് അത് തിരിച്ച് പറഞ്ഞിരിക്കും. അതങ്ങനെയാണ് നമ്മുടെ ഒരു രീതിയും കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു ആഹാനെയാണെന്ന് തോന്നുന്നു വീഡിയോ പറയുന്നുണ്ട്. ഞങ്ങളുടെ ഈ വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് പോയി ഞങ്ങൾക്കൊരു പ്രൈവറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എന്തിനാണ് ഇങ്ങനെ വിടുന്നതെന്നൊക്കെയുള്ള രീതിയിൽ ചില കമൻസും കാര്യങ്ങളൊക്കെ ചില ചാനലിലൊക്കെ പോയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം അങ്ങനെയൊക്കെ ഒരു ചിന്താഗതിയുള്ള ഒരു വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും യൂട്യൂബ് ചാനൽ തുടങ്ങരുത്, വീഡിയോസ് ഇടരുത്, ആൾക്കാരെ കാണിക്കരുത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്യണം, ഓഫ് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും എന്താ പറയുക പറഞ്ഞ് ജയിക്കാൻ വേണ്ടി കുറേ ഡയലോഗ് അടിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഫാമിലിയുടെ കാര്യത്തിൽ കുറച്ചും കൂടെ ബഹുമാനം അഹാനയോടുണ്ട്. അഹാനയായിട്ട് അതുകൊണ്ട് കളയായിരുന്നു, അത്രയും നല്ല കാര്യം. ഓക്കെ, എന്തായാലും നമുക്ക് സാത്താൻ സ്റ്റുഡിയോയിലെ പയ്യൻ നമ്മുടെ ശിവജിത്ത് അവൻ്റെ ഒരു വീഡിയോ വെക്കാം. ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ആളുകൾ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഏതൊരു സഹോദരിക്കാണെങ്കിലും അത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നത് വരത്തില്ല. അവർ ഫ്രസ്ട്രേറ്റഡ് ആവാം, ദേഷ്യം തോന്നാം ഒക്കെ ഉണ്ടാവും. അത്തരത്തില് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ദേഷ്യം തോന്നിട്ടൊക്കെ ആയിരിക്കും ഇത്തരത്തിൽ പുള്ളിക്കാരി വന്ന് അങ്ങനെ ഒരു കമന്റ് കിട്ടിയിട്ടുണ്ടാവുക. പക്ഷെ അതിനകത്ത് പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റിയിൽ സംസാരിക്കണം എന്നുള്ളത് എനിക്ക് തോന്നി, അങ്ങനെ ഒരു മറുപടി കൊടുക്കണം എന്നുള്ളത് തോന്നി. അപ്പോൾ ആ ഇട്ടേക്കുന്ന കമന്റ് ഞാൻ വായിക്കാം. ജസ്റ്റ് ഗോ ആൻഡ് ഗെറ്റ് എ ലൈഫ് അതർ ദാൻ മേക്കിംഗ് കോണ്ടന്റ് ബൈ സ്പിറ്റിംഗ് ഹേറ്റ് ഓൺ അതേഴ്സ്, waking up every day morning just to look at what someone who has no connection with you has done or said, just to twist and turn it to give your channel a content and revenue, pathetic എന്ന് പറഞ്ഞായിരുന്നു പുള്ളിക്കാരി ഇട്ടേക്കുന്നത്. അപ്പം ഈ കമന്റിനുള്ള റിപ്ലൈയിലോട്ട് വരുന്നതിന് മുന്നേ ആദ്യം ഈ പുള്ളിക്കാരുടെ കമന്റിന് പറ്റിയ ഓഡിയൻസ് കൊടുത്തിരുന്ന റിപ്ലൈ നമുക്കൊന്ന് നോക്കാം. നിന്റെ അനിയത്തിക്ക് എന്തും ചെയ്യാം, അത് മറ്റുള്ളവർ പറയുന്നതാണ് കുറ്റം, കഷ്ടം, എന്തായാലും നിങ്ങളെക്കാൾ ഒക്കെ അന്തസ്സുണ്ട് ഇവന്. നിന്റെ അനിയത്തിക്ക് മറ്റുള്ളവർക്ക് ശരീരം കാണിച്ചു കൊടുത്ത് പൈസ ഉണ്ടാക്കാമെങ്കിൽ ഇവന് റിയാക്ട് ചെയ്തും പൈസ ഉണ്ടാക്കുന്നതിൽ തെറ്റില്ല. അത് ശരിയാ. യുവർ സിസ്റ്റർ ബേബി ഹൻസിക കണ്ടില്ലേ, സ്വന്തം ബോഡി ആൻഡ് ആക്ഷൻസ് വെച്ച കണ്ടന്റ് ഉണ്ടാക്കിയ കഷ്ടം. അഹാന, നോ ഒഫൻസ് ടു യു, ബട്ട് what your sister did is so cheap and so bad. There is no way any of your family members can justify that. So ആ കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കൂ. നാട്ടുകാർക്ക് കമന്റ് ഇടുന്ന ടൈം you have kept your personal life dignified. Okay, fine, good for you, but what your sister did in the name of subscription is not right. ആദ്യം അത് തിരുത്തു. സബ്സ്ക്രിപ്ഷൻ ഏതുവരെ ക്യാൻസൽ ചെയ്തില്ലല്ലോ ആ കുട്ടി. യുവർ സിസ്റ്റർ ഈസ് മോർ പദ്ധതിക്ക് എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരുടെ കമന്റ് റിപ്ലൈ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് എനിക്ക് തോന്നുന്നു ഒരാൾ മാത്രമാണ് ജസ്റ്റ് കൂൾ ആയിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊരു റിപ്ലൈ പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതിനകത്ത് ഞാൻ ആ ഒരു വീഡിയോക്കകത്ത് എവിടെ ഇതെല്ലാം ഒഫൻസീവ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞായിട്ട് എനിക്ക് തോന്നണില്ല. ഞാൻ വിശ്വസിക്കുന്ന ഇപ്പോഴും ആ ഒരു വീഡിയോക്കകത്ത് ഞാൻ ഒഫൻസീവ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്താണെങ്കിലും പുള്ളിക്കാരിയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരിയുടെ കമന്റ് ജസ്റ്റ് ഗോ ആൻഡ് ഗെറ്റ് എ ലൈഫ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു സാധനത്തിന്റെ മറുപടി അല്ലെങ്കിൽ ഇത് ആരടുത്താണ് ജസ്റ്റ് ഗോ ആൻഡ് ഗെറ്റ് എ ലൈഫ് എന്ന് പറയേണ്ടത് എന്നുള്ളത് നമുക്ക് മുന്നോട്ട് അതിനെ പറ്റിയിട്ട് സംസാരിക്കാം. അതർ ദാൻ മേക്കിംഗ് കണ്ടന്റ് ബൈ സ്പിറ്റിംഗ് ഹേറ്റ് ഓൺ അതേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മളിത് ഹേറ്റ് സ്പിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒബയോസി ആ ഇഷ്യൂ ഒക്കെ നടന്ന സമയത്തേക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൃഷ്ണകുമാറിന്റെ കുടുംബക്കാരെ തന്നെ, പ്രത്യേകിച്ച് ദിയാകൃഷ്ണനെ പറഞ്ഞൊരു കാര്യങ്ങൾ എന്നെ കൂടുതലും വിമർശിച്ച ആൾക്കാർ പോലും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തപ്പോൾ അന്ന് ഒരുപാട് നന്ദിയും കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു വ്യക്തിയാണ് ഈ പറഞ്ഞ ദിയാകൃഷ്ണയാണെങ്കിലും എന്തിന് കൃഷ്ണകുമാർ ഉൾപ്പെടെ. ഓക്കെ, എന്തായാലും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ തന്നെ അവന് കൊടുത്ത മറുപടിയുടെ താഴെ ഇവർക്ക് നല്ല കണക്കിന് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ആ ഒരു കമന്റ് ബോക്സിൽ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. പിന്നെ ഇതെല്ലാവരും സബ്സ്ക്രിപ്ഷനാണ്. ഈ കൊച്ചു ഗതികേട് കൊണ്ടിട്ടാണ് ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഇറങ്ങി എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളത്, സബ്സ്ക്രിപ്ഷനോ കാര്യങ്ങളോ ഒന്നും അല്ല കൊച്ചു ചെയ്തിരിക്കുന്നത്. സ്നാപ്പിലോ കണ്ടിട്ട് എന്തൊരു വീഡിയോ ആരോ റെക്കോർഡ് ചെയ്ത് കണ്ടെടുത്ത് പുറത്ത് വിടുക അങ്ങനെ ചെയ്തതാണ്. അതിന്റെ സബ്സ്ക്രിപ്ഷനകത്ത് ആ പടം 4-5 ഈ പറയുന്ന ഫോട്ടോഷൂട്ടിന്റെ ഒക്കെ കാര്യങ്ങൾ മാത്രമേ അതിട്ടുള്ളൂ. പക്ഷേ ആൾക്കാർ അതാണെന്നും പറഞ്ഞിട്ട് ആ കൊച്ചിന്റെ ചാനലിൽ പോയി സബ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ ഒരു മാസവരുമാനം 16 ലക്ഷം രൂപയാണ്. 16 ലക്ഷം രൂപയോളം മാസവരുമാനം കിട്ടുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അത് മാത്രമല്ല, ഇപ്പം ഇവർ പൂക്കൾ എന്ന് പറയുന്ന ഒരു ആൽബം ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു ഷൂട്ടിങ്ങും അതിന്റെ ഒരു ഇന്റർവ്യൂ നമ്മൾ ഇന്നലെ ചെയ്തതാണ്. ഇന്ന് എൻ്റെ അടുത്ത ഈ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു, അതിന്റെ വെക്കാം. അതിനു മുമ്പ് നമുക്ക് വേദലക്ഷ്മിയുടെ ഒരു വീഡിയോ ഉണ്ട്, വേദലക്ഷ്മി സംസാരിക്കുന്നതിന്റെ ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ അതൊന്ന് കാണുക. ഈ സബ്സ്ക്രിപ്ഷന്റെയും എക്സ്ക്ലൂസീവ് കോണ്ടന്റിന്റെ ഒക്കെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്നറിയോ? ഈ വീഡിയോ എസ്പെഷ്യലി സമൂഹത്തിലേക്ക് കുറച്ച് ബാഡ് ഇമ്പാക്ട് ചെയ്യുന്ന ക്രിയേറ്റേഴ്സ്, ബ്ലോഗേഴ്സ് ആൻഡ് സെലിബ്രിറ്റീസിന് എക്സ്ക്ലൂസീവ്ലി ഉള്ളതാണ്. നിങ്ങൾ ഇപ്പൊ
കണ്ട വീഡിയോ തെലങ്കാനയിലെ ആങ്കർ, ആക്ട്രസ്, എക്സ് BB കോntestant ഒക്കെ ആയിരുന്ന വിഷ്ണുപ്രിയ സബ്സ്ക്രിപ്ഷന്റെ പേരിൽ നേരിടുന്ന ഒരു പരസ്യ മാധ്യമ വിചാരണയാണ്. വിജയവാഡയിലെ ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ച് യുവാക്കളെ വഴിതെറ്റിക്കുന്നു എന്നുള്ള പേരിൽ ഹൈദരാബാദ് പോലീസിന് കൊടുത്ത ഒരു കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. 2 ദിവസം മുന്നേ ടെലിഗ്രാം മാഫിയ കോൾ ഔട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കോൾ ഔട്ട് ചെയ്യുന്നതിന് മുന്നേ എസ്പെഷ്യലി കേരളത്തിലെ ക്രിയേറ്റേഴ്സ്, ബ്ലോഗേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, സെലിബ്രിറ്റീസ് അങ്ങനെ കുറച്ച് പേരുടെ കാര്യങ്ങളും കോൾ ഔട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. എസ്പെഷ്യലി സ്ത്രീകൾ. സ്ത്രീ സുരക്ഷയ്ക്ക് ഇത്രയും ഊന്നൽ കൊടുക്കുന്ന ഇന്നത്തെ കാലത്ത് തന്നെ സമൂഹത്തിന് മാതൃക ആവേണ്ടവർ തന്നെ പണത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരു വലിയ വിഭാഗത്തിനെ നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ ഉൾപ്പെടെ സൗത്ത് ഇന്ത്യയിലെ ലീഡിംഗ് സെലിബ്രിറ്റീസ് ആയിരുന്ന കിരൺ റാത്തോർ, പൂനം ബാജ്വ തുടങ്ങിയ മുൻനിര നായകന്മാർ പോലും സബ്സ്ക്രിപ്ഷന്റെ പേരിൽ നഗ്നതാ പ്രദർശനം നടത്തി പണം സമ്പാദിക്കുന്നുണ്ട്. ഇത് കണ്ട് പ്രചോദനം ഉൾക്കൊണ്ടിട്ടായിരിക്കാം കേരളത്തിലെ ക്രിയേറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, ബ്ലോഗേഴ്സ് ഒക്കെ ആയിട്ടുള്ളവർ, അതും 1 മില്യൺ 2 മില്യൺസ് ഒക്കെ ഫോളോവേഴ്സ് ഉള്ളവർ തന്നെ ഇതേ വഴി തിരഞ്ഞെടുക്കുന്നുണ്ട്. പണമായിരിക്കാം മെയിൻ മോട്ടീവ്. പക്ഷെ അവര് പണം കൊടുത്ത് കുറച്ച് ആളുകൾ മാത്രം കാണും എന്ന് വിചാരിക്കുന്ന ഈ കോണ്ടന്റ്സ് അത് പിന്നെ റീറെക്കോർഡ് ചെയ്തിട്ട് തുടർ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുക ഡീപ് വെബ് പോലുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന ഒരു ഓഡിയൻസിലോട്ട് മാത്രമല്ല ഈ കോണ്ടന്റ്സ് എത്തുന്നത്. ഡേ ടു ഡേ ലൈഫിൽ സാധാരണക്കാർ എല്ലാ ദിവസവും കാണുന്ന ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ പ്രചോദനം ഉൾക്കൊണ്ടിട്ടായിരിക്കാം വീട്ടിലെ പെൺകുട്ടികളും സ്ത്രീകളും പോലും ഇതേ ഒരു വഴി തിരഞ്ഞെടുക്കുന്നുണ്ട്. ഇവർ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കറക്റ്റാണ്. സംഭവം എന്ന് വെച്ചാൽ ഇവർ വിചാരിക്കുന്ന സബ്സ്ക്രിപ്ഷനിൽ മാത്രമാണ് ഈ കാര്യം ഒതുങ്ങി പോകുന്നതെന്നാണ്. ഒരിക്കലുമല്ല. ഇപ്പം ഈ രേണുസുതിയുടെ വിഷയങ്ങൾ കണ്ടില്ലേ, സബ്സ്ക്രിപ്ഷനെ അത് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ മനു ഒക്കെ എടുത്തിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടെ പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. എന്തൊക്കെയാണ് അത് കാണിക്കുന്നത്? രേണുസുതിയുടെ കോണ്ടന്റ് പിന്നെ എന്തെങ്കിലും പറഞ്ഞ വലിയ കാര്യമൊന്നുമില്ല. കാരണം പുള്ളിക്കാരി അത് മൈൻഡ് ചെയ്യത്തൊന്നുമില്ല. പുള്ളിക്ക് അത് റീച്ചാന്ന് പറഞ്ഞുള്ളൊരു മൈൻഡാണ് രേണു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കിരണിൻ്റെ ആണെങ്കിലും ഈ പൂജം ബാജു അവരങ്ങനെ എന്താ പറയണ്ടേ, അവർ ലൈവിലൊക്കെ പോയി ഈ പറയുന്ന കൂട്ട് ഓവറായിട്ടുള്ള കാര്യങ്ങളൊന്നും കാണിക്കുകയൊന്നും ചെയ്തൊന്നുമില്ല. മറ്റേ ഈ കിരൺ റാത്തോർ ഭയങ്കര വൾഗറായിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളിക്കാരുടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഇവർ പറയുന്ന പോലെ തന്നെ ആ ഒരു സബ്സ്ക്രിപ്ഷനിൽ ഒതുങ്ങി നിൽക്കത്തില്ല. പല സൈറ്റിലേക്കും ഈ ഒരു സാധനം പോയിക്കൊണ്ടിരിക്കുന്നത്. ടെലിഗ്രാം ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ പല സൈറ്റിലാണെങ്കിൽ പോലും ഇവരുടെയൊക്കെ സാധനത്തിന് വേണ്ടി വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഇവർ ആ ഒരു കാര്യം പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. ഇപ്പം ഇതൊക്കെ കണ്ടിട്ടും ഈ അടുത്ത സമയത്ത് സാറ എന്ന് പറയുന്നൊരു ശരണി എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്. ഞാൻ അതിൻ്റെ പോയി സംഭവം തിരക്കാൻ വേണ്ടി സബ്സ്ക്രിപ്ഷൻ എടുത്തതാണ്. ഞാൻ അതിനെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പെണ്ണിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇട്ടതിന് ശേഷമാണ് പിന്നെ അവരൊരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നതിനൊക്കെ ഞാൻ ആ സബ്സ്ക്രിപ്ഷൻ ചെയ്ത് നോക്കി. പക്ഷെ ഞാനത് ഷോക്കായിപ്പോയി. ഓക്കെ, ഞാൻ ആദ്യം വിചാരിച്ച റീലിനകത്ത് ഇങ്ങനെ അഭിനയം മാത്രമേ ഉള്ളൂ, അതിനകത്ത് അതിൻ്റെ അപ്പുറമാണ് കാണിക്കുന്നത്. ഒരു അഡ്വക്കേറ്റ് ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു ഡോക്ടറുണ്ട്. അവർ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ഇതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. ഇത് കണ്ടിട്ട് കുറേ പെൺകുട്ടികൾ ആ ഒരു ഫീൽഡിലോട്ട് പോകുന്നുണ്ട്. ഇവർ പറയുന്ന കറക്റ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പം ഞാനിത് പറയാനുള്ള പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. എന്ന് വെച്ച് ഈ അൻസിക എന്ന് പറഞ്ഞ കുറച്ച് സബ്സ്ക്രിപ്ഷനോ കാര്യങ്ങളോ ഒന്നും അല്ല തുടങ്ങിയത്. സ്നാപ്പിൽ അങ്ങാണ്ടി വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ പിന്നെ ഇരിക്കുന്ന പോസും പൊസിഷനും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റിയായിരുന്നെങ്കിൽ നല്ലതായിരിക്കും. അതൊക്കെ ഭയങ്കര ഓവറായിരുന്നു. അതൊക്കെ ഞാൻ എൻ്റെ വീട്ടിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കൊച്ചു സബ്സ്ക്രിപ്ഷന് ഇമ്മാതിരി പരിപാടി കാണിക്കത്തില്ല. അതവിടെ സ്നാപ്പിലൊക്കെ അങ്ങോട്ട് കാണിച്ച് കുറച്ച് കാര്യങ്ങളാണ് ഈ സ്റ്റോറി ഇട്ടതാണ്. അതിനൊക്കെ ഇത് സിമ്പിളായിട്ടുള്ള കാര്യമായിട്ടേ അത് എടുത്തിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ സമൂഹത്തിലെ ആൾക്കാരൊക്കെ കാണുമ്പോൾ അത് മോശമായിട്ടേ പോകത്തുള്ളൂ. ഞാൻ കണ്ട ടെലിഗ്രാം ചാനലിൽ മാക്സിമം ഭൂരിഭാഗം ആൾക്കാരുണ്ടായിരുന്നത് ഓർഡിനറി ആയിട്ടുള്ള മലയാളി പെൺകുട്ടികളും സ്ത്രീകളും തന്നെയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അത് കോൾ ഔട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ സെലിബ്രിറ്റി ഇൻഫ്ലുവൻസേഴ്സിനെ തന്നെ ഫസ്റ്റ് കോൾ ഔട്ട് ചെയ്യണമെന്ന് തോന്നിയത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം കോണ്ടന്റ്സ് കണ്ടാലോ അല്ലെങ്കിൽ ഇത് സർക്കുലേറ്റ് ചെയ്യുന്ന ചാനൽസ് കാര്യം എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് പോകുന്ന തലമുറയ്ക്ക് അറിയാലോ വേറൊരു മാർഗ്ഗമില്ല എന്നറിയുമ്പോൾ അവരിതും അല്ല ഇതിൻ്റെ അപ്പുറവും ചെയ്യും. ചില ആൾക്കാരാണെങ്കിൽ പോലും എന്താ പറയുക, സബ്സ്ക്രിപ്ഷൻ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ എന്താ ചിലവർ ഫേസ് കാണിക്കാതെ ചെയ്യുന്നില്ലേ, അതുപോലൊക്കെ ചെയ്താലും പൈസ കിട്ടുമോ എന്നൊക്കെ ചോദിച്ച ആൾക്കാരൊക്കെ ഉണ്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ടൊക്കെ. അതും ഫേക്ക് ഐ ഡി കൂടെയൊക്കെ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. പൈസ എന്ന് പറയുമ്പോൾ ചിലവരൊക്കെ കാട്ടിക്കൂട്ടുന്ന ചില അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നില്ല ഭാവിയിൽ ഇതൊരു പണി കിട്ടുമെന്നുള്ള രീതിയില്ല. ഓക്കെ, നമുക്കിനി തിരിച്ച് ഈ ഇന്റർവ്യൂലോട്ടൊന്ന് വരാം. എന്താ തരാത്തേ, നമ്മളോട് എന്താ ചോദിക്കാത്തേ? അല്ല, അങ്ങനെ എന്തെങ്കിലും എപ്പോഴെങ്കിലും ആലോചിച്ചിരുന്നോ? ചേച്ചി എനിക്ക് റെമ്യൂണറേഷൻ തരുമായിരിക്കുമോ എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ഐ തിങ്ക് ഇതിനെപ്പറ്റി സംസാരിച്ചു. ഞാൻ അമ്മ എനിക്ക് എന്ത് കിട്ടും അങ്ങനെ ഇൻ റിട്ടേൺ ഉള്ള രീതിയില്ല. ഞാൻ അല്ല ക്യാഷ്വലായിട്ട് ഞാൻ ചോദിച്ചത്, ഫണ്ട് രീതിയിലാണ് ചോദിച്ചത്. അത് ഞാൻ റെമ്യൂണറേഷൻ തന്നെ വെച്ചു ആ രീതിയിലല്ല ചോദിച്ചത്. എനിക്ക് അപ്പൊ എനിത്തിങ് ഇൻ റിട്ടേൺ അങ്ങനെ. സിനിമ ചെയ്യുന്ന നിമിഷത്തിലേക്ക് പോലും റെമ്യൂണറേഷൻ കിട്ടിയിട്ടില്ല. പാവടാ പോട്ടടാ. പക്ഷെ നല്ല ആ ഒരു ഫാമിലിയിലാണെങ്കിലും ഈ ഒരു കൊച്ചിനാണെങ്കിലും ആഹാരക്കൊക്കെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരൊറ്റ വിഷയം കൊണ്ടാണ് അതെല്ലാം തകരം മറിഞ്ഞത് ഈ കൊച്ചിൻ്റെ ഒരു കാര്യത്തില്ല. ഇനി നാളെ ആണെങ്കിൽ ആൾക്കാർ ഇതിനെക്കുറിച്ച് ചോദിക്കും. നീ എത്ര നല്ലത് പറഞ്ഞാലാണെങ്കിലും ശരി, ആരെങ്കിലും ഒരാൾ വന്നിട്ട് ആ ഒരു ഇത് പറഞ്ഞാൽ തീരാനേ ഉള്ളൂ. ഓക്കെ.
ഇപ്പൊ ഈ കമന്റ് ബോക്സ് മൊത്തം തേണ്ട ഇതിന്റെ താഴെയാണെങ്കിലും മൊത്തം കമന്റ് ബോക്സ് മൊത്തം ഇവർക്കെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു അഹാനയ്ക്കും ഹേറ്റ് തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർ. ഇപ്പം വന്നിട്ട് എല്ലായിടത്തും ചെന്ന് കമന്റ് ഇടുന്ന കാര്യത്തിലാന്ന് തോന്നുന്നു. പ്രത്യേകത എന്താണെന്നറിയോ, നിങ്ങൾ 4 മക്കളും 4 പോൾസ് പോലെ എനിക്ക് ഇപ്പോഴും തോന്നാറുള്ളത്. അതായത് അഹാന ഒരു ഭയങ്കര ഒരു പെർഫെക്ഷനിസ്റ്റ് ആ ഒരു ലൈനിൽ പോകുന്നു. ഓസി അതൊരു ഒരു ബന്ധമില്ലാത്ത സത്യം എന്റെ പൊന്നോ. ഇഷാനാണ് ഒരു കൺഫ്യൂസ് ഇടയിൽ നിൽക്കുന്നു. ഓക്കെ, എന്തായാലും ഇപ്പം സബ്സ്ക്രിപ്ഷന്റെ കാര്യത്തിൽ കൂടുതലും ചർച്ചാ വിഷയമായിരുന്നു രേണുസുതി കാര്യത്തിലായിരുന്നു. ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നു രേണുസുതിയുടെ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ. അതിപ്പോൾ കറങ്ങി തിരിഞ്ഞ് ഈ കൊച്ചിൻ്റെ തലയിലുമായി. ഇതിപ്പം അത് കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ ഇയർ പോക്ക്, പിന്നെ ഇവരുടെ ഇന്റർവ്യൂ, അഹാനയുടെ കമന്റ്. സത്യം പറഞ്ഞാൽ കൃഷ്ണകുമാർ ഫാമിലിക്ക് എന്തോ മെയ് മാസത്ത് ഭയങ്കര കഷ്ടകാലം ഉണ്ടെന്ന് തോന്നുന്നു. 2 വർഷം മുമ്പ് മെയ് മാസത്തിലായിരുന്നു അച്ഛനായിരുന്നു ഇയറിൽ ഇലക്ഷൻ സംബന്ധമായിട്ടുള്ള കാര്യത്തിലൊക്കെ. ഓക്കെ, എന്തായാലും നമുക്കിനി കണ്ടു നോക്കാം ഇനി എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുകൊണ്ട് വീട്ടിലെ അമ്മമാരോടൊക്കെ ഒരു കാര്യങ്ങൾ, മക്കൾക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുക്കാൻ കൊടുക്കുക. നല്ലൊരു ജോലി സെറ്റാക്കുക. അവരെ അതുപോലുള്ള മോട്ടിവേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക. ഇതുപോലുള്ള ലോട്ടൊന്നും എന്താ പറയുക, ആരും പോയി വീടായിരിക്കട്ടെ. കാരണം ഓരോ പേരൻസിൻ്റെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമുക്ക് ദുഃഖം വരും. ഇത് മാത്രമല്ല, ഒരുപാട് കേസ് കെട്ടുകളൊക്കെ നമുക്കറിയാം, പല കേസ് കെട്ടുകളും കാര്യങ്ങളൊക്കെ. സമയം വരുമ്പം പറയാൻ ഒരുപാട് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഒരു സമയം വേണമല്ലോ പറയാനാ. കാരണം ഞാൻ എല്ലാ കാര്യങ്ങളൊക്കെ സാഹചര്യം നോക്കാതെ സംസാരിക്കുമ്പോൾ നമ്മളൊക്കെ തിരിച്ചടിക്കും. അതുകൊണ്ട് കുറേ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്ബൊക്കെ ചെയ്യാം. ബൈ, ലവ് യു ഓൾ.